വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB ജൂനിയർ ക്ലർക്ക് 2025 ബന്ധപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കോഡ് തുടങ്ങുന്നത് 1059/2025 എന്ന് പറഞ്ഞ കോഡോട് കൂടിയാണ് നമുക്ക് ഫെബ്രുവരിയിൽ 2025 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടോപ്പിക്കൊക്കെ മാറ്റിയുണ്ടായി അല്ലേ, പാറ്റേൺ മാറ്റി. അതുകൊണ്ട് തന്നെ 10 ക്വസ്റ്റ്യൻസാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻസ് ഈ വർഷം, അതായത് ലാസ്റ്റ് ഡിസംബർ 29 എക്സാം നടന്നത്. അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോഡ് നമ്പർ 1059/2025 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ വെച്ചിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഹി കംപ്ലീറ്റഡ് ദ ജേർണി -5 hours. ഹി കംപ്ലീറ്റഡ് ദ ജേർണി -5 hours ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് വിത്ത് തന്നിട്ടുണ്ട്, ഇന്നുണ്ട്, അറ്റുണ്ട്, ഓൺ ഉണ്ട് കേട്ടോ. ഹി കംപ്ലീറ്റഡ് ദ ജേർണി in 5 hours. He completed the journey in 5 hours ആണ് ഉത്തരമായിട്ട് വരുന്നത്. He completed the journey in 5 hours. Please don't call me until -8 o'clock on Sunday morning, after, at, by, up to. ഇത്രയാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. പ്ലീസ് ഡോണ്ട് കോൾ മീ അൺടിൽ -8 o'clock ഓൺ സൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ 8 o'clock, ആഫ്റ്റർ 8 o'clock ഓൺ സൺഡേ മോർണിംഗ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ ഗിവൺ സെൻറ്റൻസസ് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മേ നീഡ് സം ഇംപ്രൂവ്മെൻറ്റ്. വിച്ച് ഓഫ് ദ ആൾട്ടർനേറ്റീവ് ഗിവൺ ബിലോ ഈസ് എ ബെറ്റർ ഓപ്ഷൻ? വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച്. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയ സെൻറ്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. We had a grand party and enjoyed very much. We had a grand party to enjoy very much. We had a grand party and we enjoyed ourselves very much. No improvement എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഉത്തരമായിട്ട് വരുന്നത് we had a grand party and we enjoyed ourselves very much. ഓക്കെ. നെക്സ്റ്റ്, if ക്ലോസിൻ്റെ ആണ്. If I had the money, if I had the money, I would have bought the car. അപ്പോൾ ഇഫ് ക്ലോസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നിയമം വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ എന്നാണ്. അപ്പോൾ എന്താ ഉത്തരമായിട്ട് വരിക? ഇഫ് ഐ ഹാഡ് ദ മണി, ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. ഓക്കെ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് 2025 ചോദിച്ചതെന്ന് ഒന്ന് ജസ്റ്റ് ഇഫ് ക്ലോസ് ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ ക്ലോസുകളൊക്കെ എഴുതി വെച്ചിട്ട് അതിൻ്റെ നിയമങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് വായിച്ച് പോവുക കേട്ടോ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ്സസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പെർസ്പിക്കസ്. അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ബ്രീഫ്, റെലവൻറ്റ്, ക്ലിയർ, ഒബ്സ്ക്യൂർ. ഏതാണ്? ക്ലിയർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ചൂസ് ദ ആൻറ്റണിം. ഡെവിയസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആൻറ്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ഹോണസ്റ്റ് ആണ് കേട്ടോ. ഡിസ്ഹോണസ്റ്റ് തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഫോർവേഡ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡിസീറ്റ്ഫുൾ തന്നിട്ടുണ്ട്. അൺസ്ക്രിപ്റ്റ്ലെസ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഉത്തരമായിട്ട് വരിക. സ്ട്രെയിറ്റ് ഫോർവേഡ് ഏതിൻ്റെ? ഡെവിയസ് ട്ടോ. നെക്സ്റ്റ് വൺ, fill in the blanks with the suitable pronouns. Good morning gentlemen, dash of you is first in the line. Good morning gentlemen, dash of you is first in the line ആണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് വിച്ച്, വൂസ്, ഹൂ, ഹോം. ഓക്കെ. അപ്പോൾ ഗുഡ് മോർണിംഗ് ജെൻറ്റിൽമെൻ ആണ്, വിച്ച് ആണ് വരിക കേട്ടോ. വിച്ച് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഗുഡ് മോർണിംഗ് ജെൻറ്റിൽമെൻ, വിച്ച് ഓഫ് യു ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ. വിച്ച് ഓഫ് യു ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ. I know it was hard to make dash decisions. I know it was hard to make dash decision. ഏതാണ് ഉത്തരമായിട്ട് വരിക? I know it was hard to make those decision. I know it was hard to make those decisions. Choose the correct meaning from brackets for the following. അനാർക്കി എന്ന് ചോദിച്ചിട്ടുള്ളത് ഗുഡ് റൂളിംഗ് ആണോ, ടോട്ടൽ ആക്സെപ്റ്റൻസ് ആണോ, വെൽ ടു ഡു സിസ്റ്റം ആണോ, നോ ഗവൺമെൻറ് ആണോ?
നോ ഗവൺമെൻറ്റിൻ്റെ സമ്പ്രദായത്തിനെ പറയുന്നതാണ് അനാർക്കി. ഓക്കെ. അതീസ്റ്റ് എന്താ ചോദിച്ചിട്ടുണ്ട്? അതീസ്റ്റ് ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്, ബിലീഫ് ഇൻ വർക്ക്, ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ബിലീഫ് ഇൻ സക്സസ്. എന്താണ്? ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫെയ്ത്ത്ലെസ് ആണ് കേട്ടോ, അവിശ്വാസി, അതായത് അതീസ്റ്റാണ്. ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ഗോഡിൽ വിശ്വാസമില്ലാത്തവൻ. അതീസ്റ്റാണ്. ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ. അടുത്തത് ചൂസ് ദ ആപ്റ്റ് വൺ വേർഡ് ഫോർ ദ ഗിവൺ വേർഡ് സെൻറ്റൻസ്. സംതിങ് വിച്ച് ഈസ് ഇമാജിനേറ്റഡ് ടു ബി റിയൽ ബട്ട് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് നമ്മൾ ദിവാസ്വപ്നം കാണുക എന്നൊക്കെ പറയണ പോലെ ഇല്ലാത്തൊരു സാധനം ഇമാജിൻ ചെയ്യാല്ലേ, പക്ഷേ ഇറ്റ് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിന് പറയുന്നതാണ് എന്ത്? ഫിഗ്മെൻറ്റ്. എന്താ പറയുക? ഫിഗ്മെൻറ്റ് എന്നാണ് പറയുക കേട്ടോ. സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ഇമാജിനേഷൻ, എ പ്രോഡക്റ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുക അങ്ങനെ. നെക്സ്റ്റ് ഇൻസൈറ്റ് എന്താണെന്ന് നോക്കാം. ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ഇൻസൈറ്റ്. ദ കപ്പാസിറ്റി ടു ഗെയിൻ ആൻ ആക്യുറേറ്റ് ആൻഡ് ഡീപ്പ് ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്. അതുപോലെ മിറാജ്, ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ പറയില്ലേ. ഷാലോ പറഞ്ഞു കഴിഞ്ഞാൽ ലാക്കിംഗ് ഡെപ്ത്ത് തോട്ട് അല്ലെങ്കിൽ ഫീലിംഗ്. വിശ്വാസം നഷ്ടപ്പെടുക, ഡെപ്തായിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഫീലിങ്സ്. ലാക്കിംഗ് അതായത് ആഴത്തിലുള്ള തോട്ട് അല്ലെങ്കിൽ ഫീലിംഗ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹാവ്സ് ലൈക്ക് എ ഫൂൾ. ഒരു വിഡ്ഢിയെ പോലെ പെരുമാറുക ആ ഒരു സമയത്ത്. സൂപ്പർ ആനുവേഷൻ ആണോ, സിനിലിറ്റി ആണോ, ഡോട്ടേജ് ആണോ, ഇംബെസിലിറ്റി ആണോ? അപ്പോൾ അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പുത്തൻ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് വെക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഡോട്ടേജ് ആണ്. ഡോട്ടേജ് എന്ന് പറഞ്ഞാൽ ദ പീരിയഡ് ഓഫ് ലൈഫ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ഓൾഡ് ആൻഡ് വീക്ക്, ഓഫൻ ഷോയിങ് ഫൂളിഷ്നെസ് അല്ലെങ്കിൽ ചൈൽഡിഷ് ബിഹേവ്. നമ്മൾ പറയില്ലേ പ്രായമായവരും കുട്ടികളും ഒരുപോലെയാണ്, അതുപോലെ തന്നെ അത് ആ ഒരു സിറ്റുവേഷൻ, ആ പീരിയഡ് ഓഫ് ലൈഫിനെയാണ് പറയുന്നത് ഡോട്ടേജ് എന്ന്. ഇംബെസിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് എക്സ്ട്രീം സ്റ്റുപ്പിഡിറ്റി അല്ലെങ്കിൽ ഫൂളിഷ്നെസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്കലി റെസ്ട്രിക്റ്റഡ് ടു ഓൾഡ് ഏജും അല്ല, അല്ലാതെ തന്നെ സ്റ്റുപ്പിഡിറ്റിയും ഫൂളിഷ്നെസ്സും ഉള്ള സ്റ്റേജ്. സെനിലിറ്റി എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡിക്ലൈൻ ആണ്. ഓൾഡ് ഏജുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് മെൻ്റലും ഫിസിക്കലും ആയിട്ടുള്ള ഇത് കുറഞ്ഞു വരിക കേട്ടോ. വിച്ച് ക്യാൻ ലീഡ് ടു ഫൂളിഷ്, അതുകൊണ്ട് അവർ ഫൂളിഷ് ബിഹേവിയറിലേക്ക് പോകുന്നു. ബട്ട് ഡോട്ടേജ് എന്ന് പറഞ്ഞാൽ മോർ സ്പെസിഫിക് ടേം ആയതുകൊണ്ടാണ് അത് ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റിട്ടയർഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഏജ്. സൂപ്പർ ആനുവേഷൻ പ്രായമാവുന്നത് മൂലം നമ്മൾ റിട്ടയർമെൻറ്റ് സംഭവിക്കുമല്ലോ, അതിനാണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ. ഇതിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള. സെനിലിറ്റി എന്ന് പറഞ്ഞാൽ മെൻ്റലിയും ഫിസിക്കലിയും ഓൾഡ് ഏജ് കാരണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ കുറഞ്ഞു വരിക. മറ്റേ ഡോട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രായമായി വരുമ്പോൾ ഫൂളിഷ്നെസ് സ്വഭാവം കാണിക്കുക. ഇംബെസിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രായമാവാതെ തന്നെ കാണിക്കുന്ന അവസ്ഥ. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ വെർബ് ക്ലോസ് വെച്ചിട്ടുണ്ട്. ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? മീ ടേക്കാണ് വരിക കേട്ടോ, ടേക്ക്. ദ കമ്പനി ലെറ്റ് മീ ടേക്ക് ടൈം ഓഫ് വർക്ക്. നെക്സ്റ്റ് അതായത് ലെറ്റ് ഈസ് ഫോളോവുഡ് ബൈ ബേസ് ഫോം ആണ്. ടു വേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ടു ടേക്ക് ചിലപ്പം എടുക്കാൻ തോന്നും. ലെറ്റ് വന്ന കാരണമാണ് കേട്ടോ എടുക്കാത്തത്. ദ സ്ട്രക്ചർ ഈസ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ആണ് വരിക, അതുകൊണ്ടാണ് ടു ചേർക്കാത്തത് എടുത്തത്. ദ കോർട്ട് ഡാഷ് കൊഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. ദ കോർട്ട് ഡാഷ്, അപ്പോൾ കോർട്ട് ഡാഷ് വന്നിട്ടുണ്ട്. മെയ്ഡ് ഉണ്ട്, ടുക്ക് ഉണ്ട്, ഗേവ് ഉണ്ട്, ഫൗണ്ട് ഉണ്ട്. ഏതാണ് എടുക്കുക? ടുക്കാണ് എടുക്കുക കേട്ടോ, ടുക്ക്. എന്തുകൊണ്ടാണ് ടുക്ക് എടുക്കുന്നത്? കോർട്ട് ഒഫീഷ്യലി അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തു ദ മാറ്റർ കൺസേണിങ് ദ മിനിസ്റ്റർ, ആ ഒരു അർത്ഥത്തിലാണ് ടുക്ക് എടുക്കുന്നത് കേട്ടോ. ഇനി ഓഡ് വേർഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ഉണ്ട്, പ്രെറ്റി ഉണ്ട്, ഫെയർ ഉണ്ട്, ഹൊറിബിൾ ഉണ്ട്. അപ്പോൾ ഓഡ് വേർഡാണ്. ബ്യൂട്ടിഫുള്ളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബ്യൂട്ടിഫുള്ളും പ്രെറ്റിയും ഫെയറും അല്ലേ. ഹൊറിബിൾ മാത്രം വേറിട്ട് നിൽക്കുന്നു, അപ്പോൾ ഹൊറിബിളാണ് ഇവിടെ ഒറ്റപ്പെട്ട പദം. മിസ്പെൽറ്റ് വേർഡ് തന്നിട്ടുണ്ട്. ഡിസ്ട്രസ്, കോൺസെൻസസ്, ഹോളോകോസ്റ്റ്, പിക്നിക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് ഓൾറെഡി അങ്ങനെ കാണിക്കും തെറ്റായ പദം വരുമ്പോഴേ. അതുകൊണ്ട് അത് തന്നെയാണ് ഉത്തരമായിട്ട് വരിക, കോൺസെൻസസ് ട്ടോ.
പിന്നെ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡാഷ് ചൈൽഡ് ഈസ് പുട്ട് ടു ഡാഷ് സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡാഷ് ചൈൽഡ് ഈസ് പുട്ട് ടു ഡാഷ് സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ് ഇവിടെ സ്യൂട്ടബിൾ ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേന് എ വരും. ഓക്കെ, രണ്ടാമത്തെ ഡാഷിലോ ഡാഷ് സ്കൂൾ ദ സ്കൂൾ എന്ന് നമ്മൾ തോന്നുമല്ലേ, പക്ഷെ ഇവിടെ നോ ആർട്ടിക്കിളാണ് കേട്ടോ. എ ചൈൽഡ് ഈസ് പുട്ട് ടു സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5 എന്ന് മതി. എ ചൈൽഡ് ഈസ് പുട്ട് ടു സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5 എന്ന് മതി കേട്ടോ. എ ചൈൽഡ് ഈസ് പുട്ട് ടു സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5. ആദ്യത്തെ ഡാഷിൽ എയും കൊടുക്കുക, രണ്ടാമത്തെ ഡാഷിൽ നോ ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സീതാറാം. സീതാറാം ഈസ് ഡാഷ് പയസ് പേഴ്സൺ ഹൂ ലീവ്സ് ഇൻ ഡാഷ് സ്മോൾ ഹൗസ് നിയർ ദ ടെമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും അതേപോലെ തന്നെയാണ്, എയുമാണ് വരിക കേട്ടോ. ആദ്യത്തെ ഡാഷിൽ എ വരും. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹൂ ലീവ്സ് ഇൻ എ സ്മോൾ ഹൗസ് നിയർ ദ ടെമ്പിൾ എന്ന് വരും. അടുത്തത് സ്യൂട്ടബിൾ ഫ്രേസും ക്ലോസും വെച്ചിട്ട് ഫ്രേസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ്. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് ദെയർ പാരൻസ്. ചിൽഡ്രൻസ് ക്യാൻ യൂഷ്വലി ഡാഷ് ദെയർ പാരൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വരിക? ഗെറ്റ് ഓവർ ആണോ, ഗെറ്റ് ഓൺ ആണോ, ഗെറ്റ് റൗണ്ട് ആണോ, ഗെറ്റ് ത്രൂ ആണോ? ഗെറ്റ് റൗണ്ട് ആണ് ഉത്തരമായിട്ട് വരിക. ഇഫ് യു ബോറോ സംതിങ് ഫ്രം സം വൺ മേക്ക് ഷുവർ യു, നമ്മൾ തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയില്ലേ, ഗീവ് ഇറ്റ് ബാക്ക് ടു ദം, അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇഫ് യു ബോറോ സംതിങ് ഫ്രം സം വൺ മേക്ക് ഷുവർ യു ഗീവ് ഇറ്റ് ബാക്ക് ടു ദം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എങ്കിലും പരിചയപ്പെടുക. നമ്മൾ മുഴുവൻ നിയമങ്ങളും ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസർ വൈസാണ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 70ഓളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം കിട്ടുന്നത് കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ റൂൾസ് നിങ്ങൾ കണ്ടെത്തി പഠിക്കുക കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസിൻ്റെ റൂൾസും പിന്നെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി വെക്കുക. അപ്പോൾ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 1060/2025 എല്ലാം നമുക്ക് ചിലപ്പം വിശദീകരിച്ച് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളത് ഈ വീഡിയോനെ കണ്ടാൽ മതി. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ മോർ എക്സ്പ്ലനേഷൻ ബേസിലല്ല ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത് നോക്കുക. പുതിയ ക്വസ്റ്റ്യൻസ് വല്ലതും ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ലോ പഠിപ്പിക്കുന്ന കോഴ്സിൻ്റെ കൂടെ നമ്മുടെ ഇതുപോലത്തെ മെറ്റീരിയൽസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ PDF വേണം എന്നുള്ളവർ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ PDF അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചാനൽ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1060/2025 നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ്. വില്ലി എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വില്ലി എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കണം, സിനോണിമാണോ ചോദിച്ചിട്ടുള്ളത് ആൻ്റണിമാണോ ചോദിച്ചിട്ടുള്ളത്, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറിപ്പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ണിങ് ആണ് സിനോണിമായി വന്നിട്ടുള്ളത്, കണ്ണിങ്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ആൻ്റണിമാണ് ചോദിച്ചിട്ടുള്ളത്. അമിസ് എന്ന വാക്കിൻ്റെ ആൻ്റണിമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ അത് ക്യാൻസൽ ചെയ്യാനുണ്ടായത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ അവർ കൊടുത്തില്ല. അമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ്, ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഫോൾട്ടി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ റോങ് ആൻ്റണിമാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശരിക്കും പിന്നെ വിപരീതം വേണമല്ലോ. അപ്പോൾ കറക്റ്റ് റോങ് ആണെങ്കിൽ കറക്റ്റ് വേണം, അല്ലെങ്കിൽ റൈറ്റ്, പ്രോപ്പർ, പെർഫെക്റ്റ് ഇതാണ് വേണ്ടത്. പക്ഷെ അത് കൊടുക്കാത്ത കാരണമാണ് അവരെന്ത് ചെയ്തത്, ഇനാക്യുറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനാക്യുറേറ്റ് സിനോണിമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഒന്നും കൊടുത്തിട്ടില്ല, ആക്യുറേറ്റ് കൊടുത്തിട്ടില്ല. ആക്യുറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്യുറേറ്റ് എടുക്കാമായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യാനുണ്ടായത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസ്, അതും ക്യാൻസൽ ചെയ്യാനുണ്ടായത്. മനീഷ് റിഗ്രറ്റഡ് ദ വോൾ അഫെയർ, ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഡാഷ്, അതായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കൊടുക്കാത്തത് കാരണമാണ് അതും കട്ടാക്കി, അതും ക്യാൻസലാക്കി കളഞ്ഞത്. അതായത് ഹാഡ് ബെറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, ഹാഡ് ബെറ്റർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഹാഡ് ബെറ്റർ ഈസ് യൂസ്ഡ് ഫോർ അഡ്വൈസ് ഓർ നെസസിറ്റി, നോട്ട് ഫോർ എക്സ്പ്രസിങ് റിഗ്രറ്റ്. അതായത് അഡ്വൈസ് നെസസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുക, അല്ലാതെ ഒരു റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യാനല്ല എന്നാണ്. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ബേസ് ഫോമാണ് ഉപയോഗിക്കുക കേട്ടോ. നോട്ട് ബീൻ അല്ല ഉപയോഗിക്കുക, ബേസ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്. മനീഷ് റിഗ്രറ്റഡ് ദ വോൾ അഫെയർ, ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ എന്നാണ് വേണ്ടത്. ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ എന്ന സംഭവം തന്നിട്ടില്ല.
അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എടുക്കാമായിരുന്നു. അപ്പം നിങ്ങൾ പഠിക്കുമ്പം ആൻസർ പഠിക്കുമ്പം മനീഷ് റിഗ്രറ്റഡ് ദ വോൾ അഫെയർ, ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഹാഡ് നോട്ട് ബീൻ സ്പോക്കൺ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. യു ആർ കമ്മിങ് വിത്ത് അസ്, യു ആർ കമ്മിങ് വിത്ത് അസ് എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും മാർക്കും തെറ്റുണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് ആറുണ്ട്, നോട്ടില്ലാത്ത കാരണം നോട്ട് ചേർത്തു, യു ഇട്ടു. അപ്പോൾ ഏതാ വരിക, ആറിൻ്റെ യു ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എ പേഴ്സൺ ഹൂ റൈറ്റ്സ് ഡിക്ഷണറീസ് എഴുതുന്ന ആൾ ഹിസ്റ്റോറിയൻ ആണോ, ലെക്സിക്കോഗ്രാഫർ ആണോ, ലിംഗ്വിസ്റ്റ് ആണോ, എഡിറ്റർ ആണോ? ലെക്സിക്കോഗ്രാഫറാണ് ഡിക്ഷണറി എഴുതുന്ന ആൾ അല്ലേ. ഓക്കെ, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ നമുക്ക് അറിയുണ്ടാവും. ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റിനെ കുറിച്ച് എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. ലെക്സിക്കോഗ്രാഫർ എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു റൈറ്റ്, കമ്പൈൽ അല്ലെങ്കിൽ എഡിറ്റ് ഡിക്ഷണറീസ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ലാംഗ്വേജുകളെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾ. എഡിറ്റർ ദ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് റിട്ടൺ മെറ്റീരിയൽസ് ഫോർ പബ്ലിക്കേഷൻ ബൈ ചെക്കിങ് ആൻഡ് കറക്റ്റിംഗ് ദ ടെസ്റ്റ്. അടുത്തത് കറക്റ്റ്ലി സ്പെൽഡ് വേർഡാണ് ചോഫർ എന്നത്. അപ്പോൾ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് കറക്റ്റ്ലി തന്നെ ഇവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താൻ എളുപ്പമാണ്. ഇതാണ് കറക്റ്റായത്, ബാക്കിയൊക്കെ ഇൻകറക്റ്റാണ്. അതുകൊണ്ടാണ് ചുവന്ന ലൈനിലിട്ട് കാണിക്കുന്നത് കേട്ടോ. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. കറക്റ്റ് ടെൻസ് ഫോം ഏതാണ്? ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലേ കിട്ടും. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പോൾ ഉത്തരമായിട്ട് എടുക്കുന്നത് വേർ പ്ലേയിങ് ആണ് എടുക്കുക കേട്ടോ. വേർ പ്ലേയിങ്. ടെൻസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി വയ്ക്കണം കേട്ടോ. വേർ പ്ലേയിങ് ആണ് എടുക്കുക. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്നാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരിക ഏതാണ്? ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്നാണ് വരിക. ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് വൊവൽ സൗണ്ട് ആണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് വൊവൽ സൗണ്ട് അല്ലേ, അപ്പോൾ അത് വൊവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആനാണ് യൂസ് ചെയ്യുക. ഐഡൻറ്റിഫൈങ് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ. ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് ഡാഷ് ലാസ്റ്റ് മൺഡേ. ലാസ്റ്റ് മൺഡേ എന്ന പദം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത്, സിൻസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് കേട്ടോ. സിൻസ് ലാസ്റ്റ് മൺഡേ. സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ടൈമിന് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സിൻസ് ഉപയോഗിച്ചത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 30ാമത്തെ ചോദ്യമാണ്. പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ ഒബ്ജക്റ്റ് ആദ്യം എടുക്കും അല്ലേ. അപ്പോൾ ഡെലീഷ്യസ് മീൽ തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങുക അല്ലേ. ഡെലീഷ്യസ് മീൽ തൊട്ടിട്ട് തുടങ്ങും. എങ്ങനെയാണ് അപ്പോൾ തുടങ്ങുക? എ ഡെലീഷ്യസ് മീൽ വാസ് കുക്ക്ഡ് ബൈ ദ ഷെഫ് അല്ലേ. വാസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. അത് ഓപ്ഷൻ എയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീലാണ്. അപ്പോൾ ഡെലീഷ്യസ് മീലിന് എടുത്തു, പിന്നെ വാസ് കുക്ക്ഡ് എടുത്തു. ആരാണ് കുക്ക് ചെയ്തത്? ബൈ ദ ഷെഫ്. ഓക്കെ, 1067/2025 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, 10 നമുക്ക് വേഗം നോക്കി പോകാൻ പറ്റും കേട്ടോ. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് ഫോർ ദാറ്റ് വിച്ച് ഈസ് ടു ഫിറ്റ് ടു ബി ഈറ്റൺ. അതായത് ഭക്ഷണയോഗ്യമായ സാധനത്തിനെ നമ്മൾ എന്താ പറയുക? എന്തെന്നാ പറയുക? എഡിബിൾ എന്നല്ലേ. എഡിബിൾ ഓയിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫുഡിൻ്റെ സാധനങ്ങളല്ലേ. അപ്പോൾ എഡിബിൾ എന്നാണ് പറയുക. വൺ വേർഡ് ഫോർ ദാറ്റ് വിച്ച് ഈസ് ടു ബി ഫിറ്റ് ടു ബി ഈറ്റൺ. നെക്സ്റ്റ് വന്നിട്ടുള്ള വാട്ട് ഡസ് ദിസ് സെൻറ്റൻസ് മീൻ? ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ. ടു ഗുഡ് ടു ബി ട്രൂ ആണ്. അപ്പോൾ ടു എന്ന് പറഞ്ഞ പ്രയോഗമാണ് അവിടെ കാണാനുള്ളത് അല്ലേ. ടു എന്ന് പറഞ്ഞ പ്രയോഗം കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതേപോലത്തെ ഒരു പ്രയോഗം വരണത് എടുക്കണം കേട്ടോ. അതേപോലത്തെ ഒരു പ്രയോഗം സോ ദാറ്റ് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സോ ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്. കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ ആണ് കറക്റ്റ്. അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ. ഓക്കെ, പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഏതാണെന്ന്. അപ്പോൾ ഇൻ്ററോഗേറ്റീവിന് ക്വസ്റ്റ്യൻ പിന്നെ WH ആയിരിക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ രീതിക്കായിരിക്കണം അല്ലെ. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എല്ലാറ്റിനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡു യു നോ വേർ ഹീ ലീവ്സ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള കേട്ടോ. ഡു യു നോ വേർ ഹീ ലീവ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ബിലോ ഈസ് ഇൻ ഗുഡ് ഇംഗ്ലീഷ്. ഗുഡ് ഇംഗ്ലീഷ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈയിടെയായിട്ട് വരാറുള്ളത് അല്ലേ. ഓക്കെ, ഇംഗ്ലീഷ് നല്ല അറിവുള്ള ആൾക്കാർക്ക് മാത്രമേ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നോർമൽ ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു 5 മാർക്ക് ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാം. അതിൽ കൂടുതൽ 6 ഒക്കെ അല്ലെങ്കിൽ 9 ഒക്കെ വേണമെങ്കിൽ നല്ലോണം അറിവ് വേണം കേട്ടോ. വിച്ച് ഓഫ് ദ സെൻറ്റൻസ് ബിലോ ഈസ് ഇൻ ഗുഡ് ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. യു ക്യാൻ മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ ആണ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. യു ക്യാൻ മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ. പിക്കപ്പ് ദ ഇൻകറക്റ്റ് റിട്ടേൺ കോമ്പൗണ്ട് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കോമ്പൗണ്ട് ഒക്കെ കോമ്പൗണ്ട് വേർഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഐസ്ക്രീം, 99, ഫുട്ബോൾ, മദർ ഇൻ ലോ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഫുട്ബോള് സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും ഫുട്ബോൾ എന്ന് എഴുതുമ്പം കോമ്പൗണ്ട് വേർഡ് ആണെങ്കിലും സ്പേസ് വേണ്ട. അതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡാണ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡാണ് ഈ ഐസ്ക്രീം പോലെ ഇട്ടെഴുതുക. ക്ലോസ്ഡ് ഇത് ഹൈഫണേറ്റഡ് ആണ്. ഇതൊക്കെ ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡാണ്. ഈ ഫുട്ബോൾ എന്നത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡാണ്. അതുകൊണ്ട് ഇതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അടുപ്പിച്ചാണ് എഴുതുക കേട്ടോ കോമ്പൗണ്ട് വേർഡ് ആണെങ്കിലും. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് വേർഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സിംഗുലർ ആൻഡ് പ്ലൂരൽ. സിംഗുലറും പ്ലൂരലും. അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ, അതുപോലെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റും ടൂളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആകുമ്പം ഡീറ്റെയിൽസ് വേണം. ഇൻഫർമേഷൻ സംഭവം ഇൻഫർമേഷൻ തന്നെയാണ്. ഡീറ്റെയിൽ ആകുമ്പോൾ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കണം. എക്യുപ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ടൂളിന് ടൂൾസ് എന്ന് കൊടുക്കണം. പിന്നെ ബാഗ് ആണെങ്കിൽ ബാഗ്സ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഒന്നിലേറെ ഉണ്ടെങ്കിൽ ബാഗുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും പറ്റില്ല. അപ്പോൾ ഇവിടെ ബാഗേജ് കറക്റ്റാണ്. ബാഗേജ് ഒന്നും അതായത് അൺകൗണ്ടബിൾ നൗണാണ്. ഈ ഇൻഫർമേഷൻ ആയാലും എക്യുപ്മെൻ്റ് ആയാലും ബാഗേജ് ആയാലും ഒക്കെ അൺകൗണ്ടബിൾ ആണ്. അതങ്ങനെ തന്നെ യൂസ് ചെയ്യും. ബാഗ് പക്ഷേ ബാഗ്സ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ രണ്ടും സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് ഷീപ്പും എയർക്രാഫ്റ്റും ആണ് കേട്ടോ. അതങ്ങനെ തന്നെ ഉപയോഗിക്കുക. എയർക്രാഫ്റ്റുകൾ എസ്ന്നോ അല്ലെങ്കിൽ ES എന്നോ കൂട്ടേണ്ട കാര്യമില്ല. ഷീപ്പിനും കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഷീപ്പും എയർക്രാഫ്റ്റുമാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദിസ് ഫ്രേസൽ വെർബ് മീൻസ്? ടു ഹോൾഡ് അപ്പ്. ടു ഹോൾഡ് അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് എന്താണ്? ടു റേസ് ആണോ, ടു ഗ്രിപ്പ് ആണോ, ടു ക്യാൻസൽ ആണോ, ടു ഡിലേ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ടു ഹോൾഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ, വൈകുക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥമായിട്ട് വരുന്നത്. അല്ല, ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്തത്, എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ മീൻസ്. അതൊരു ഇഡിയമാണ് കേട്ടോ. ഇഡിയമാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. ടു ബി അൺഫിറ്റ് ഫോർ എ പോസ്റ്റ് ഓർ ഒരു പൊസിഷന് ഫിറ്റ് അല്ലാതെ ഇരിക്കുക അല്ലേ. ടു ബി അൺഫിറ്റ് ഫോർ എ പോസ്റ്റ് ഓർ പൊസിഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് വെർബൽ. കറക്റ്റ് വെർബൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എൻജോയ് സ്വിമ്മിങ് ആണ് കറക്റ്റ് വെർബൽ കേട്ടോ. എൻജോയ് സ്വിമ്മിങ് ആണ് കറക്റ്റ് വെർബൽ. ഓക്കെ, 1071/2025 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ടെൻസ് ഫോം ആണ്. ഇഫ് ഹി ഡാഷ് ഹാർഡർ ഹി വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന മോഡൽ തന്നെയാണിത്. അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾ കുറച്ചധികം ഒരേപോലെ കാണുമ്പോൾ എഴുതി പഠിച്ച് വെക്കുക കേട്ടോ. ഹാഡ് സ്റ്റഡീഡാണ്. ഇഫ് ക്ലോസ് നിർബന്ധമായിട്ട് പഠിക്കണം. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഇഫ് ക്ലോസ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇഫ് ക്ലോസിൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ വേഗം പോയിട്ട് കേട്ടോ. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഹി വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. അടുത്തത് കറക്റ്റ് ആർട്ടിക്കിളാണ് ചോദിച്ചിട്ടുള്ളത്. ഹീ സ്ഥിരം ചോദിക്കുന്നതാണ്. അതോറിറ്റി, ഇപ്പം നേരത്തെ ചോദിച്ചത് മാന് വന്നിട്ടുള്ള തന്നെയാണ്. ഹീസ് ആൻ അതോറിറ്റി ഓൺ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ആനാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ആനാണ് ഉത്തരമായിട്ട് വരിക. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്രപ്പോസിഷൻ. കറക്റ്റ് പ്രപ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്. ദ പ്രിൻസിപ്പൽ ഇൻസിസ്റ്റഡ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. ഇൻസിസ്റ്റഡിനെ ഫോളോ ചെയ്യുന്നത് ഓൺ ആണ് കേട്ടോ. ഓക്കെ, ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇൻസിസ്റ്റഡ് ഓൺ ആണ് വരിക. അറ്റൻഡിങ് ദ സെമിനാർ. കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം ചോദിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് തന്നിട്ടുള്ളത് ഹീ സെഡ് ഐ ക്യാൻ ഫിനിഷ് ദ വർക്ക് ബൈ ടുമാറോ എന്നാണ്.
അപ്പോൾ ഹീ സെഡ് എടുക്കുക, പിന്നെ കൂടെ ദാറ്റ് നമ്മൾ ചേർക്കും അല്ലേ. ഐ ക്യാൻ ഫിനിഷ് ആണ്, അത് ഹീ കുഡ് ഫിനിഷ് എന്നാവും. ദ വർക്ക് തന്നെ. ബൈ ടുമാറോനെ എന്താക്കും, ബൈ ദ നെക്സ്റ്റ് ഡേ എന്നാക്കും. ബൈ ദ നെക്സ്റ്റ് ഡേ, അത് ഓപ്ഷൻ സി ആണ്. അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഹീ സെഡ് ദാറ്റ് ഹീ കുഡ് ഫിനിഷ് ദ വർക്ക് ബൈ ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുക ആദ്യം നിങ്ങളുടെ രീതിക്ക്. അതിനുശേഷം ഓപ്ഷൻസൊക്കെ ഒരേപോലെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ആദ്യം നിങ്ങൾ ഈ സെൻറ്റൻസ് ഒന്ന് സ്വന്തമായി എഴുതി നോക്കുക നിങ്ങൾ പഠിച്ച നിയമങ്ങൾ വെച്ച്. അതിനുശേഷം അതിലെ ഓപ്ഷൻസ് ഏതാണ് മാച്ച് ആവണമെന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഒരുപോലെ തോന്നും. ചൂസ് ദ കറക്റ്റ് സിനോണിം. അസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞതിൻ്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ ബുദ്ധിയുള്ള എന്നൊക്കെയാണ് അർത്ഥം വരിക കേട്ടോ. അപ്പോൾ സൂക്ഷ്മ ബുദ്ധിയുള്ള എന്ന് അർത്ഥം വരണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ അർത്ഥം അറിയണം. ഫൂളിഷ് നമുക്കറിയാം അല്ലേ, ഫൂളിഷ് അല്ല എന്തായാലും. ഷുവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗശലക്കാരനൊക്കെയാണ് കേട്ടോ, കൗശലത്തോടു കൂടി ഉള്ള സ്വഭാവമുള്ള ആൾക്കാർ. ഹോണസ്റ്റ് പിന്നെ നമുക്കറിയാം സത്യസന്ധനാണെന്ന്. നെയ്വ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കളങ്കനാണ്. അപ്പോൾ നിഷ്കളങ്കൻ എന്തായാലും അല്ല. സൂക്ഷ്മ ബുദ്ധിയുള്ള എന്നതിനെ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഷുവേർഡ് തന്നെയാണ്. അതാണ് ആൻസർ കീ വന്നത് കേട്ടോ, അതായത് കൗശലക്കാരൻ. അടുത്തത് മെലങ്കലിയാണ്. മെലങ്കലി എന്താണ് ഉത്തരമായിട്ട് വരിക, ഏതാണ് മെലങ്കലിയുടെ cheerfulness അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. നോ സൂണർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നോ സൂണർ ഡാഷ് ദ ബെൽ റങ് ദാൻ ദ സ്റ്റുഡൻസ് റഷ്ഡ് ഔട്ട് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോ സൂണറിൻ്റെ പ്രയോഗം പഠിച്ചു വെക്കണം. നോ സൂണർ ആവുമ്പം അതായത് രണ്ട് തരത്തിലും ഹാഡ് അല്ലെങ്കിൽ ഡിഡ്, അതായത് ഡിഡ് സിമ്പിൾ പാസ്റ്റ് വരുമ്പം ഡിഡ് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആക്ഷൻസ് ആണെങ്കിൽ ഹാഡ് ഉപയോഗിക്കും അല്ലേ. ഹാഡ് ഡിഡ് ഉപയോഗിക്കും. ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് ബേസ് ഫോം, അതായത് ഡിഡിൻ്റെ കൂടെയാണെങ്കിൽ ബേസ് ഫോം ഉപയോഗിക്കും, ഹാഡിൻ്റെ കൂടെയാണെങ്കിൽ V3 ഉപയോഗിക്കും. പിന്നെ വെർബ് ദാൻ ഉപയോഗിക്കും. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോ സൂണർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാ ഉപയോഗിക്കുക, ഹാഡാണ് ഉപയോഗിക്കുക അല്ലേ. റങ് ദാൻ ദ സ്റ്റുഡൻസ് റഷ്ഡ് ഔട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുക ഏതാണ് ദാനിന് മുന്നേ വന്നിട്ടുള്ളത്, അപ്പോൾ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക കേട്ടോ. ഇവിടെ ഹാഡാണ് ഉപയോഗിക്കേണ്ടത്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം ലേറ്റ് ടുഡേ സ്ഥിരം ചോദിക്കണത് തന്നെയാണ്. ഹാമാണ്, പിന്നെ നോട്ടില്ല. അപ്പോൾ ഏതാ എടുക്കുക, ആം എന്താവും, ആറിൻ്റെ ആവും അല്ലേ. ഓക്കെ, ആറിൻ്റെ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കോൺട്രാഡിക്ട്സ് ഇറ്റ് സെൽഫ് ബട്ട് മൈറ്റ് ബി ട്രൂ. അതായത് ഒരു ചിലപ്പോൾ സത്യമാവാം, പക്ഷെ അത് നമുക്ക് എന്താ പറയുക വിരോധാഭാസം പോലെ തോന്നാം. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പറയുന്നത്. ചിലപ്പോൾ സത്യമാവാൻ പറയുന്നത്, പക്ഷെ അതൊരു നമുക്കൊരു അഭംഗി അല്ലെങ്കിൽ വിരോധാഭാസം പോലെ തോന്നാം. അതിനെ എന്തു പറയുന്നു എന്നാണ്. പാരാഡോക്സ് ആണ് കൊടുത്തിട്ടുള്ള ആൻസർ കീയിൽ. പാരാഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെയാണ് മീൻ ചെയ്യുന്നത്. അതായത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യമാവാം, പക്ഷെ കേൾക്കുമ്പോൾ നമുക്കതൊരു എന്താ പറയുക കെട്ടിച്ചമച്ച പോലെ തോന്നാം, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളൂല അങ്ങനത്തെ തോന്നാം. അതാണ് ഈ പാരാഡോക്സ് എന്ന് വെച്ചാൽ. അലോഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപമ എന്നൊക്കെ പറയാം. ഉപമ പോലെ നമ്മൾ പറയില്ലേ, കഥകൾ പോലെയൊക്കെ നമ്മൾ പറയും. അയണി എന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ ഒരു അയണി വരും എന്ന് അന്ന് ആൻസർ കീയിലൂടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാരണം അയണിയാണ് ആദ്യം കൊടുത്തത്, പിന്നെ അയണി വരാം എന്ന് നമുക്ക് തോന്നും. അയണിയുടെ തന്നെയാണ് സംഭവം. അതും ഈ പറഞ്ഞ പോലെ തന്നെ. അയണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിരോധാഭാസം പോലെ തന്നെയാണ്. ഇപ്പം ഫയർ സ്റ്റേഷൻ കത്തുക, ഫയർ സ്റ്റേഷൻ ബേണിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫയർ സ്റ്റേഷൻ കത്തുവോ, ബേണിംഗ് ഡൗൺ എന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു വിരോധാഭാസമാണ് അല്ലേ. എല്ലാം ഫയറുകളും അണയ്ക്കുന്ന അവിടെ തന്നെ തീ പിടിക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ത് അയണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേബിൾ എന്ന് പറഞ്ഞാൽ കെട്ടുകഥയാണ് കേട്ടോ. ഫേബിൾ കെട്ടുകഥയാണ്. പറഞ്ഞു എന്നേ ഉള്ളൂ, ചോദിക്കുന്നൊന്നും ഉറപ്പില്ല, ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡാണ്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുതന്നെയാണ് ഉത്തരമായിട്ട് വരെ മിസ്ചീവിയസ്. 1072/25 അടുത്ത കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നമുക്കത് നോക്കാം. 75 ക്വസ്റ്റ്യനാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് കേട്ടോ. കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ്. നോ വൺ ഹാസ് വോളണ്ടിയേർഡ്. നോ വൺ ഹാസ് വോളണ്ടിയേർഡ് ആണ്. ഇപ്പം നോ വൺ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നോ വൺ വെച്ച് തുടങ്ങുമ്പം അതിൻ്റെ സെക്കൻഡ് ക്ലോസ് എന്തായിരിക്കും, നോർ
നോ വൺ ഹാസ് വോളണ്ടിയർഡ്. അപ്പോൾ നൈദർ വി ഡു എക്സ്പെക്ട് എനി മോർ ടു വോളണ്ടിയർ, നൈദർ ഡു വി എക്സ്പെക്ട് എനി മോർ ടു വോളണ്ടിയർ, നോർ വി ഡു എക്സ്പെക്ട്. അപ്പോൾ നോർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോർ വെച്ച് തുടങ്ങുന്ന 2 സെൻറ്റൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലോസ് നോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും വേണം, വെർബ് ബിഫോർ ദ സബ്ജക്റ്റ് ആവും വേണം കേട്ടോ. രണ്ടും വേണം. വെർബ് ബിഫോർ ദ സബ്ജക്റ്റ് ആവും വേണം, നോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും വേണം. അപ്പോൾ അങ്ങനത്തെ ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നോർ ഡു വി ആണ് വരിക. നോർ ഡു വി എക്സ്പെക്റ്റ് എനി വൺ ടു വോളണ്ടിയർ. ഓക്കെ, സെക്കൻഡ് ക്ലോസ് യൂസിങ് നോർ ആയിരിക്കണം. ഷുഡ് ഫോളോ ദ റൂൾ ഓഫ് ഇൻവേർഷൻ. അതായത് വെർബ് ബിഫോർ ദ സബ്ജക്റ്റ്. വെർബ് ബിഫോർ ദ സബ്ജക്റ്റ് വരുന്നത് ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്. വിച്ച് മീൻ ഇറ്റ് ഷുഡ് നോട്ട് ബി സ്ട്രക്ചർഡ് ആസ് നോർ വി ഡു വി എക്സ്പെക്ട്. നെക്സ്റ്റ് വന്നിട്ട് പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൻറ്റണിം ആണ് ബെനവലൻറ്റ്. ബെനവലൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ജനറസ് എന്നർത്ഥമാണ്. അപ്പോൾ ജനറസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻറ്റണിം എന്ന് വെച്ചാൽ ക്രൂവൽ. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻറ്റ്. നൈദർ നോറാണ്. നൈദർ നോർ നോക്കണം കേട്ടോ. നൈദർ നോർ ഐദർ ഓറൊക്കെ നോക്കണം. ഇവിടെ നോക്കേണ്ടത് സ്റ്റുഡൻസിനെയാണ് നോക്കേണ്ടത്. നോറ് കഴിഞ്ഞ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് നോക്കുക കേട്ടോ. രണ്ടാമത് വരുന്ന ഇതിന് നോക്കുക. അപ്പോൾ അത് സ്റ്റുഡൻസിനെ നോക്കുമ്പോൾ നമുക്ക് വേറാണ് ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റുക കേട്ടോ. നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് വേർ അവെയർ ഓഫ് ദ ഇൻസിഡൻറ്റ്. അടുത്തത് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ലെറ്റസ് ആണ് വന്നിട്ടുള്ളത്. ലെറ്റസ് വന്നാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. എന്താ എടുക്കുക? ഷോൾ വി എടുക്കുക കേട്ടോ. ലെറ്റസ് നെവർ ഫോർഗെറ്റ് അവർ ഡ്യൂട്ടീസ്. ഷോൾ വി. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ചീഫ് ഗോൾ ഓഫ് ലൈഫ്. പ്ലഷറാണ് ജീവിതത്തിലെ ചീഫ് ഗോൾ എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈനിക് സ്റ്റോയിക് ആണോ, പിന്നെ അതുപോലെ ഹെഡോണിസ്റ്റ് ആണോ, ഒപ്റ്റിമിസ്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡോണിസ്റ്റ് ആണ് അങ്ങനെ വിശ്വസിക്കുന്ന ആൾ കേട്ടോ. ഹെഡോണിസ്റ്റ് എന്നാണ് പറയുക. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ചീഫ് ഗോൾ ഓഫ് ലൈഫ്. അപ്പോൾ സിനിക് ആരാന്ന് നോക്കാം നമുക്ക്. സിനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാർത്ഥതയിൽ വിശ്വസിക്കുക എന്ന് പറയാം. സ്വാർത്ഥതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് സിനിക്. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ ഹു ക്യാൻ എൻഡ്യൂർ പെയിൻ ഓർ ഹാർഡ്ഷിപ്പ് വിത്തൗട്ട് ഷോയിങ് ദർ ഫീലിങ്സ് ഓർ കംപ്ലൈനിങ് ആൻഡ് ഈസ് ഇൻഡിഫറെൻറ്റ്. അല്ലെങ്കിൽ ഒരുപാട് സഹിച്ചിട്ടും ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ, വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഒന്നും അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ, ഒരു കംപ്ലൈൻറ്റും പറയാതെ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ജീവിക്കുക. അതാണ് സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ. പറ്റാത്ത കാര്യമാണ്, പക്ഷെ അതാണ് സ്റ്റോയിക്. സ്റ്റോയിക് ഈസ് എ പേഴ്സൺ ഹു ക്യാൻ എൻഡ്യൂർ പെയിൻ. സഹിക്കുന്നുണ്ട്, ഹാർഡ്ഷിപ്പ് ഉണ്ട്, എന്നാൽ അവരുടെ ഫീലിങ്സ് ഒന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല, ആരോടും കംപ്ലൈൻറ്റും പറയുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ പ്ലഷറോടുകൂടി അത് പെയിൻ പ്ലഷറാണെന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാർ കേട്ടോ. ഒപ്റ്റിമിസ്റ്റ് നമുക്കറിയാം, എല്ലാം ശുഭാപ്തി വിശ്വാസമാണ്, എല്ലാം നന്നായി വരും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലെ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ചീഫ് ഗോൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹെഡോണിസ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഐ എം ഷുവർ ഹി വിൽ ഡാഷ് ഫ്രം ദ ക്രൈസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഈ ക്രൈസിസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? സർവൈവ് ചെയ്യുക, അതാ പറയണം. ഇത്രയും വലിയൊരു ക്രൈസിസിന് ശേഷവും അതിൽ നിന്ന് സർവൈവ് ചെയ്യുക. അപ്പോൾ അതിന് പറയുന്നത് പുൾ ത്രൂ ആണ് കേട്ടോ. പുൾ ത്രൂ. ഐ എം ഷുവർ ഹി വിൽ പുൾ ത്രൂ ഫ്രം ദ ക്രൈസിസ്. My previous boss always insisted. Insisted കഴിഞ്ഞാൽ ഓണാണ് നമുക്കറിയാം. ഓൾവേസ് ഇൻസിസ്റ്റഡ് ഡാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹി ഡിഡിൻറ്റ് ടോളറേറ്റ് പീപ്പിൾ അറൈവിങ് ലേറ്റായി വരാൻ സമ്മതിക്കില്ല. അതാണ് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്നത് ടു ബി ഓൺ ടൈം ആണ് കേട്ടോ. ടു ബി ഓൺ ടൈം, കറക്റ്റ് ടൈമിന് എത്തുക. അടുത്തത് പിക്ക് ഔട്ട് ദ ഇൻട്രഗേറ്റീവ് സെൻറ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റിമെമ്പർ ടു കോൾ മീ, അതുപോലെ ഐ എൻജോയ് റീഡിങ് ബുക്സ്, വേർ യു ബോൺ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഓക്കെ, അപ്പോൾ WH ആണ്, ബോൺ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അപ്പോൾ അതാണ് വേർ യു ബോൺ കേട്ടോ. വേർ യു ബോൺ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഡാഷ് ഓൾ കേസസ്. ദ റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഏത് കേസസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഓൾ കേസസ്. ആപ്ലിക്കബിൾ ടു ആണ് വരിക കേട്ടോ. ആപ്ലിക്കബിൾ ടു.
പിന്നെ ചേഞ്ച് ദ സെൻറ്റൻസ് ടു പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. നോബഡി ഹാസ് എവർ ഡിഫീറ്റഡ് ഹിം. നോബഡി ഹാസ് എവർ ഡിഫീറ്റഡ് ഹിം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഹി ഹാസ് നെവർ ബീൻ ഡിഫീറ്റഡ്. ഹി ഹാസ് നെവർ ബീൻ ഡിഫീറ്റഡ് ആണ് ആൻസർ ആയിട്ട്. ഹി ഹാസ് നെവർ ബീൻ ഡിഫീറ്റഡ്. ഓക്കെ, അടുത്തത് 74/2025 ചോദ്യ പേപ്പറാണ്. നമ്മുടെ ലാസ്റ്റ്, അതായത് ഡിസംബർ 29 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതും കൂടി നമുക്കൊന്ന് നോക്കാം. പിക്ക് ഔട്ട് ദ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എടുക്കാനാണ്, പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ബർത്ത്ഡേ ഉണ്ട്, ടോപ്സി ടർവി ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് നോക്കാം അല്ലേ. കോമ്പൗണ്ട് വേർഡ്സ് ജോയിനിങ് ടു ഓർ മോർ വേർഡ്സ് ആണെന്ന് അറിയാം. ഒരു കോമ്പിനേഷനാണ്, ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്നതിനാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ 2 or more സെപ്പറേറ്റ് വേർഡ്സ് യൂസ്ഡ് ടുഗദർ ടു എക്സ്പ്രസ്. ഒരു സിംഗിൾ ഐഡിയനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 or more വേർഡ്സ് ഒരുമിച്ച് നിൽക്കാമല്ലേ. വിച്ച് മെയിൻറ്റെയിൻസ് എ സ്പേസ് ഉണ്ടായിരിക്കും. സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ്. ലൈഫ് ജാക്കറ്റ്, അവിടെ സ്പേസ് ഉണ്ടായിരിക്കും. അതാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ. ഓപ്പൺ കോമ്പൗണ്ട് വേർഡിൽ സ്പേസ് ഉണ്ടായിരിക്കും കേട്ടോ. ക്ലോസ്ഡ് ആകുമ്പം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ലൈഫ് ജാക്കറ്റിന് എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈഫ് ജാക്കറ്റാണ് ഉത്തരം വരിക. ബർത്ത്ഡേക്ക് സ്പേസ് ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. ടോപ്സി ടർവി എന്ന് വെച്ചാൽ അത് എന്താണ്, എന്താ പറയുക, ഹൈഫണേറ്റഡ് ആണ് കേട്ടോ. അവിടെ ഹൈഫൺ കൊടുത്തിട്ടില്ലേ, ഹൈഫണേറ്റഡ് ആണ്. ക്ലോസ്ഡ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഉണ്ടാവില്ല. ടോപ്സി ടർവി എന്ന് വെച്ചാൽ ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റായിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഷീ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഷീ ഡസൻറ്റ് നോ ഇംഗ്ലീഷ്. ഷീ ഈസ് നോട്ട് നോയിങ് ഇംഗ്ലീഷ്. ഷീ ഡു നോട്ട് നോസ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ ഷീ ഡസൻറ്റ് നോ ഇംഗ്ലീഷ് ആണ് കറക്റ്റ് സെൻറ്റൻസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിക്ക് ഔട്ട് ദ മോസ്റ്റ് ആക്സെപ്റ്റബിൾ സെൻറ്റൻസ്. പാസീവ് വോയിസിലാണ്. ആക്സെപ്റ്റബിൾ സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രിക്കറ്റ് ഈസ് പ്ലേ, അതായത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പ്ലേഡ് എവ്രിവെയർ. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് എവ്രിവെയർ, എല്ലായിടത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ആ സെൻറ്റൻസാണ്. നമ്മൾ ഓരോ സെൻറ്റൻസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ സമയം പാഴാക്കാതിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിച്ച് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് 5 or 6 വേഗം ചെയ്ത് നമ്മൾ അടുത്തേക്ക് പോവുക. ഇതന്നെ കണ്ടുപിടിക്കാൻ നിന്നാൽ നമ്മുടെ സമയം കുറേ പോകും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അറിയാവുന്ന ഇംഗ്ലീഷ് നല്ല മിടുക്കന്മാരെ അറിയാവുന്നവർക്ക് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്ത് പോവാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻഡ് ലോജിക്കൽ വേർഡ്. ദ സിറ്റുവേഷൻ ഹാസ് ഡാഷ് ഡ്യൂ ടു വെരി ഹെവി ഫ്ലഡ്സ്. ഏതാണ്, ഏത് വേർഡാണ് സ്യൂട്ടബിൾ ആയിട്ട് ലോജിക്കലായിട്ട് ഇവിടെ മാച്ച് ആവാമെന്നാണ്. വേഴ്സൺ എന്നാണ് വരിക കേട്ടോ. വേഴ്സൺഡ്. ദ സിറ്റുവേഷൻ ഹാസ് വേഴ്സൺഡ് ഡ്യൂ ടു ഹെവി ഫ്ലഡ്സ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ. ഇപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടർ സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. ഐദർ ഓർ അങ്ങനത്തെ കുറച്ചെണ്ണം ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. സോ ഹാഡ്, ഇഫ് ക്ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ? ദ ലേഡി ആസ്ക്ഡ് എന്നാണ്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ദ ലേഡി വാണ്ടഡ് ടു നോ വേർ ദ റെയിൽവേ സ്റ്റേഷൻ വാസ്. ദ ലേഡി വാണ്ടഡ് ടു നോ വേർ ദ റെയിൽവേ സ്റ്റേഷൻ വാസ്. അടുത്തത് ദ ക്യാറ്റ് ആൻഡ് ദ ടൈഗർ ഡാഷ് ടു ദ സെയിം ഫാമിലി ഓഫ് ഫ്രണ്ട്സ്. ക്യാറ്റ് ആൻഡ് ടൈഗർ ഏതാ? ബിലോങ് ടു ആണ് വരിക. അടുത്തത് ഐഡൻറ്റിഫൈ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ഏതാണെന്നാണ്. ഇപ്പം ഇങ്ങനത്തെ കൂടുതലും ചോദിക്കുന്നത് കേട്ടോ. ഗ്രാമാറ്റിക്കലി ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് ദ ന്യൂ ക്ലർക്ക് റിപ്പീറ്റഡ് ദ മിസ്റ്റേക്ക് ട്വൈസ് എന്നും എഗെയിൻ എന്നും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ വേണ്ട അല്ലേ. ട്വൈസ് വന്നിട്ടുണ്ടല്ലോ, പിന്നെ എഗെയിൻ്റെ ആവശ്യമില്ല. ദ ന്യൂ ക്ലർക്ക് റിപ്പീറ്റഡ് ദ മിസ്റ്റേക്ക് ട്വൈസ്, അത് മതി. ഓക്കെ, അപ്പോൾ എഗെയിൻ വേണ്ട, എഗെയിൻ തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ആണ്. ഹി ലീവ്സ് ഡാഷ് ദ ബാങ്ക് ഓഫ്. ഭാരതപ്പുഴയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൺ ദ ബാങ്ക് ഓഫ് ഭാരതപ്പുഴ. അടുത്തത് ഗ്രാമാറ്റിക്കലി കറക്റ്റാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഓക്കെ, വി ഹാവ് ഓൾ ദ നെസസറി ഇൻഫോർമേഷൻ. നമ്മൾ പറഞ്ഞു ഇൻഫോർമേഷൻസ് ഉപയോഗിക്കില്ല എന്ന്. ഇൻഫോർമേഷൻ അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻ മതി. വി ഹാവ് ഓൾ ദ നെസസറി ഇൻഫോർമേഷൻ മതി.
ചൂസ് ദ ഇഡിയം. ടു സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ബിക്കംസ് അൺകൺട്രോളബിൾ ആവുന്നതിന് മുമ്പ് നിർത്തുക. അതിന് എന്താ പറയുക? നമ്മൾ മുളയിലേ നുള്ളുക എന്നൊക്കെ പറയില്ലേ. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിന് എൻഡാക്കുക. അതാണ് ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുളയിലേ നുള്ളുക എന്ന് പറയും. ഓക്കെ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 70 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, അതിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്, അപ്പം അല്ലെങ്കിൽ എല്ലാം അതൊന്ന് എടുത്തു വെച്ചിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സൺഡേ എക്സാം ഉള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതിൻ്റെ PDF നമ്മൾ അവിടെ സ്റ്റഡി ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.